നമസ്തേ കേരള ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. ഓരോ വർഷം പിന്നിടുമ്പോഴും തൊഴിലില്ലായ്മ രൂക്ഷമായി കൊണ്ടിരിക്കുന്നു. അതോടൊപ്പം ഉദ്യോഗാർത്ഥികളുടെ എണ്ണത്തിലും വൻ വർധനവ്. മതിയായ വിദ്യാഭ്യാസം ഉണ്ടായിട്ടും ഏതെങ്കിലും ഒരു ജോലി മതിയെന്ന അവസ്ഥയിലേക്കാണ് ഇന്ന് ഓരോ ഉദ്യോഗാർത്ഥികളും. അവിടെയാണ് അവർക്കായി കെണികൾ പതുങ്ങിയിരിക്കുന്നത്. ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം തുടങ്ങിയ സോഷ്യൽ മീഡിയ പേജുകളിൽ ദിവസവും വരുന്ന വർക്ക് ഫ്രം ജോബുകളുടെ വേക്കൻസി ഏറെയാണ്. ദിവസവും 1000-ൽ കുറയാതെയുള്ള വരുമാനവും. ഏതെങ്കിലും ഒരു ജോലി എന്ന ആവശ്യവുമായി ഇരിക്കുന്നവർക്ക് ഇതിൽ അപ്ലൈ ചെയ്യാൻ വലിയ താമസമില്ല. എന്നാൽ ഇവിടെ തുടങ്ങുകയാണ് ചതിയുടെ ആദ്യഘട്ടം. അവർ നൽകുന്ന പേജിൽ നമ്മുടെ മുഴുവൻ ബയോഡേറ്റയും നൽകും. നിമിഷങ്ങൾക്കുള്ളിൽ വാട്സ്ആപ്പ് വഴി ഒരു ബിസിനസ് അക്കൗണ്ടിൽ നിന്നും നമുക്ക് മെസ്സേജ് വരും. ആ ലിങ്ക് തുറക്കുന്നത് ഒരു ടെലഗ്രാം ഗ്രൂപ്പിലേക്കും. കണ്ടിട്ടോ കേട്ടിട്ടോ ഇല്ലാത്ത 100 കണക്കിന് ആളുകളാണ് ആ ഗ്രൂപ്പിൽ ഉണ്ടാകുക. എല്ലാവരുടെയും ആവശ്യം തൊഴിൽ, മികച്ച വരുമാനം. ഒരു ദിവസം 5 മുതൽ 6 ടാസ്കുകളാണ് അവർ നൽകുന്നത്. ഓരോ ടാസ്കും കംപ്ലീറ്റ് ചെയ്യാൻ കൃത്യമായ സമയവും നൽകും. ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്നവർക്ക് 10 മിനിറ്റിനുള്ളിൽ ആദ്യത്തെ എമൗണ്ടായ 100 മുതൽ 150 രൂപ വരെ ക്രെഡിറ്റ് ആകും. ഇവിടെയാണ് കൃത്യമായ സ്ട്രാറ്റജി അവർ ഉപയോഗിക്കുന്നത്. ഈ പ്ലാറ്റ്ഫോം വിശ്വാസയോഗ്യമാണെന്നും കൃത്യമായി കാശ് കിട്ടുമെന്നും ഉദ്യോഗാർത്ഥികളെ ധരിപ്പിക്കും. ഇത് തുടർ ടാസ്കുകളിലേക്ക് അവരെ നയിക്കുന്നു. ഇങ്ങനെ ഒരു ദിവസത്തിന്റെ അവസാനം എത്തുമ്പോൾ അവസാന ടാസ്കിലേക്ക് അവർ എത്തും. 1000 മുതൽ 1500 വരെയുള്ള വലിയ തുക നേടി ഈ പ്ലാറ്റ്ഫോമിനോടുള്ള വിശ്വാസം ഉറപ്പിക്കും. അടുത്ത ദിവസത്തേക്ക് കൂടുതൽ സമ്പാദിക്കാം എന്ന ആകാംക്ഷയിൽ പിറ്റേ ദിവസവും ടെലഗ്രാം ഗ്രൂപ്പിലേക്ക് ടാസ്കുകളെ കാത്തിരിക്കും. അപ്പോഴാണ് ശരിക്കുമുള്ള ടാസ്കുകൾ ആരംഭിക്കുന്നത്. ഇതുവരെ ഇങ്ങോട്ട് കാശ് കിട്ടി തുടങ്ങി. പിറ്റേ ദിവസം മുതൽ ആദ്യം അങ്ങോട്ട് നൽകണം കാശ്. ഒരു വിശ്വാസം നേടിയെടുത്തത് കൊണ്ട് തുടർന്നും ആളുകൾ അവരുടെ ടാസ്കുകൾ ഫോളോ ചെയ്യും. ആ ദിവസം അവസാനിക്കും മുൻപേ 1000 മുതൽ ലക്ഷങ്ങൾ വരെ നഷ്ടമാകും. ചെറിയ പ്രതീക്ഷയിൽ തുടങ്ങുന്നത് അവസാനം ആത്മഹത്യയിലേക്ക് വരെ ഉദ്യോഗാർത്ഥികളെ എത്തിക്കും. തങ്ങൾക്ക് പറ്റിയ അബദ്ധം ചുറ്റുമുള്ളവരോട് പറയാനുള്ള പേടി കൂടിയാണ് ഈ ആത്മഹത്യക്ക് കാരണം. ഉദ്യോഗാർത്ഥികളെ മാത്രമല്ല, സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളെയും ഇത്തരക്കാർ തങ്ങളുടെ വലയിൽ വീഴ്ത്തിയിട്ടുണ്ട്. തൊഴിലില്ലായ്മ തന്നെയാണ് ഇത്തരം തട്ടിപ്പുകാർ പ്രധാനമായും ചൂഷണം ചെയ്യുന്നത്. കാശ് എത്രത്തോളം ഒരു മനുഷ്യന് ആവശ്യമാണ് എന്ന തിരിച്ചറിവിലാണ് ഇത്തരം തട്ടിപ്പുകാർ പെരുകുന്നത്. അതിന് മാറ്റം സൃഷ്ടിക്കാൻ കൃത്യമായ അവബോധങ്ങൾ നൽകുന്നതോടൊപ്പം തൊഴിൽ സാധ്യതകളും വർദ്ധിപ്പിക്കണം. ന്യൂസ് ഡെസ്ക്, തിരുവനന്തപുരം.